സുഖമായിട്ടിരിക്കുന്ന എല്ലാരും? സുഖം, സ്വസ്ഥം. ക്ഷീണമുണ്ടോ? അയ്യോ, ഫ്രഷാണ്, ഭയങ്കര ഫ്രഷാണ്. വന്ന് ഫസ്റ്റ് ഞാൻ സാഗറിനോട് ഒരു ഹായ് പറഞ്ഞപ്പോ നന്നായിട്ട് കിട്ടി. രണ്ടാമത്തത് അത്ര ഫ്രഷാണ് എനിക്ക്. പക്ഷെ ഈ 3 പേരിൽ കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ടിരിക്കുന്നത് എനിക്ക് ഒന്ന് അതിന്റെ ഒരു ഫ്രഷ്നെസ് നമുക്കിപ്പോ ശരിക്കും ഉണ്ടല്ലേ. ചേട്ടാ, കൺഗ്രാറ്റുലേഷൻസ്. ഇപ്പൊ തൊട്ടതെല്ലാം പൊന്നാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ആക്ടറാണ് അല്ലേ? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പടങ്ങൾ അല്ലെങ്കിൽ കാണുമ്പോൾ ഒരു നോട്ടബിൾ ആയിട്ടുള്ള ക്യാരക്ടറാണ്, അല്ലെങ്കിൽ ആ പടങ്ങളെല്ലാം തിയേറ്ററിൽ വിജയിക്കുന്നുണ്ട്, ആൾക്കാരുടെ മനസ്സിലേക്ക് ആ ക്യാരക്ടേഴ്സ് എത്തുന്നുണ്ട്. സോ കൺഗ്രാറ്റുലേഷൻസ്. ലോക എന്താ അല്ലേ? അപ്പൊ ധീരം ആഡ് ചെയ്തിട്ട് ധീരം അങ്ങനെ ആവട്ടെ. അങ്ങനെ വിജയങ്ങളുടെ തുടർച്ചയിൽ നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നു ചേട്ടാ? അയ്യോ, അതെ, ഒരുപാട് സന്തോഷം. കാരണം അതെ, നമ്മള് ഭാഗമായിട്ടുള്ള പടങ്ങൾ നന്നായിട്ടൊക്കെ വരുമ്പോ ഇതൊന്നും ഒക്കെ ഇങ്ങനെ സംഭവിക്കുന്നതാണല്ലോ. അങ്ങനെയൊക്കെ സംഭവിച്ച് കാണുമ്പോ ഭയങ്കര സന്തോഷം. അല്ല, എനിക്ക് ഭയങ്കര ഡിപ്ലോമാറ്റിക്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണല്ലോ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോ അല്ല സന്തോഷം. അല്ല, ഒന്നും ഇല്ലേ, ഒന്നും നമ്മുടെ ഒന്നും കയ്യിലല്ലോ, ഒന്നും പ്രഡിക്റ്റബിൾ അല്ല. അപ്പൊ ഡയറക്ടർ സാറ് പറയൂ, ജിതിന്റെ കയ്യിലാണെന്ന് ഇവരെല്ലാവരോടും പറഞ്ഞ് ഏൽപ്പിച്ചു കഴിഞ്ഞു. എന്താണ് ധീരം നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്? ധീരം ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. സോ എന്താ പറയാ, നമ്മളിപ്പം ഏതൊരു ത്രില്ലർ എടുത്താലും അതിനൊരു ഒരു കൾപ്രിറ്റ് ഉണ്ടാവും. ആരാണെന്ന് ആ കൾപ്രിറ്റ് റിവീൽ ചെയ്യും. അതിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ടാവും. ധീരത്തിനെ വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ ഈ കൾപ്രിറ്റ് ആരാ എന്നുള്ളതും എന്തിനാ എന്നുള്ളതിലും ഒരു ചെറിയൊരു പുതുമയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അതാണ് ധീരത്തിനെ വ്യത്യസ്തമാക്കുന്നത്. പിന്നെ നമ്മളെ സിനിമ അതായത് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും 2 മൂഡാണ്. ഫസ്റ്റ് ഹാഫിൽ എന്താണോ എന്നുള്ളതല്ല സെക്കൻഡ് ഹാഫ്. അങ്ങനെ ഒരു വ്യത്യാസം ആ സിനിമയിലേക്കുണ്ട്. അപ്പം അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ വിശ്വസിക്കുന്നു. സാഗർ, പാൻ ഇന്ത്യൻ അപ്രിസിയേഷൻ കിട്ടുന്ന ഒരു സ്റ്റാർ ആയിട്ട് എനിക്ക് വിളിക്കാൻ തോന്നുന്നു. കാരണം അങ്ങോട്ടേക്ക് ഞാൻ വരാം. നമ്മള് റീസെന്റ്ലി ഇപ്പൊ അവാർഡിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഒരു പ്രത്യേക പരാമർശം കിട്ടുമ്പോൾ നമ്മൾ റീസെന്റ് ഉള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചോദിക്കുന്നത് വളരെ നന്നായിരിക്കില്ലേ? ഈ പാൻ ഇന്ത്യൻ അപ്രിസിയേഷൻ കിട്ടുന്ന സ്റ്റാർ ആയിട്ട് നിൽക്കുമ്പോ എന്താ തോന്നുന്നത്? ഒരുപാട് സന്തോഷം. ഭയങ്കര ഹാപ്പിയാണ്. കാരണം പണി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് 2 വർഷത്തോളം സ്പെൻഡ് ചെയ്തു. ഇപ്പൊ ജോയിച്ചേട്ടൻ തുടക്കത്തിൽ നമ്മളെ 2 പേരും വെച്ചിട്ട് അത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൊരു പടം എടുക്കാന്ന് പറയുന്നത് തന്നെ ചെറിയ കാര്യമില്ല. ജോയിച്ചേട്ടൻ എടുത്ത റിസ്ക് എന്ന് പറയുന്നത് ഭയങ്കര വലിയ റിസ്ക്കാണ്. അത് ആ പടം പുറത്തിറങ്ങി നല്ല രീതിയിൽ എല്ലാ ലാംഗ്വേജിലും ശ്രദ്ധിക്കപ്പെടുന്നു. അത്രയും കഷ്ടപ്പെട്ടതിൻ്റെ നമുക്ക് റിസൾട്ട് കിട്ടുക എന്നൊക്കെ പറയുന്നത് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഭയങ്കര മിക്ക ആൾക്കാരും ആ പയ്യന്മാർ എന്നുള്ളത് അങ്ങനെ എടുത്തു പറയുമ്പോ അത് വലിയൊരു കാര്യമല്ലേ. പണി എന്ന് പറഞ്ഞ സിനിമ ആക്ച്വലി അതാ വർക്കായത് സത്യസന്ധമായി പറഞ്ഞാൽ ആ 2 ക്യാരക്ടേഴ്സ് വർക്കായതുകൊണ്ടാണ്. പക്ഷേ ആ ജുനൈസിന്റെയും സാഗറിന്റെയും ക്യാരക്ടർ അത്ര ഡപ്തിൽ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ആ സിനിമ വിജയിക്കില്ല. കാരണം ആ സിനിമയുടെ നെടുന്തൂണെന്ന് പറഞ്ഞ ആ ക്യാരക്ടറിന്റെ ആ വില്ലൻ അത്രയും ശക്തമായി നിൽക്കുമ്പോഴാണല്ലോ നമുക്ക് നായകൻ അവരെ കൊല്ലണം എന്നൊരു വികാരം, ആ വികാരം ഉണ്ടാക്കാൻ ആ തിരക്കഥാകൃത്തിനും ആ ഡയറക്ടർക്കും കഴിഞ്ഞു. അത് തീർച്ചയായും ഇവരുടെ ഒരു വിജയമാണ്. അവിടെ സന്തോഷാണല്ലോ. ഇനി നമുക്ക് അടുത്ത പാൻ ഇന്ത്യൻ സ്റ്റാറിലേക്ക് പോകാം. ഓജി എന്നാലും നമുക്കൊരു ഓജി വെക്കാം അല്ലേ? വെൽക്കം ബാക്ക്. ഓ, താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു ധീരത്തിലേക്ക് ഉള്ളൊരു മൊമെന്റ്? എങ്ങനെയായിരുന്നു? ഇങ്ങനെ ഏതോ ഒരു തമിഴ് അല്ലെങ്കിൽ തെലുഗു പടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജിത്തിന് ഇങ്ങനെ ഒരു മലയാള സിനിമ ഇങ്ങനെയുണ്ട്, റീബനെ കാസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ബിക്കോസ് ആ ഒരു ടൈമിൽ ഞാൻ ഡെസ്പറേറ്റ്ലി മലയാള സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു ടൈമാണ്.
പക്ഷേ ഫോർ വാട്ട്സ് എവർ റീസൺ ഒരുപാട് കോൾസ് അങ്ങനെ വന്നില്ല. മേ ബി ബിക്കോസ് ഞാൻ ഇങ്ങനെ വേറെ ബാക്കി ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്യുന്ന കാരണം ബിസി ആയിരിക്കും എന്ന് പറഞ്ഞ് കുറെ അസംഷൻസ് ഉണ്ടായിരുന്നു, വിച്ച് ഇസ് നോട്ട് ട്രൂ. അങ്ങനെ ആയിരിക്കുന്ന ഒരു ഓക്കെ മലയാളം എന്താണ് എനിക്ക് കിട്ടാത്തതെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ജിത്തിൻ ഇങ്ങനെ വിളിച്ച് സ്റ്റോറി നറേറ്റ് ചെയ്യുമ്പോൾ ഐ വാസ് വെരി വെരി ഇംപ്രസ്ഡ്. ബിക്കോസ് ജിത്തിൻ്റെ കൺവിൻസിങ് സ്കിൽസ്, നരേഷൻ സ്കിൽസ്, വിഷൻ, പറയുന്ന ഒരു നറേറ്റ് ചെയ്യുന്ന ഒരു രീതി ആൻഡ് everything was very impressive. അപ്പോൾ എനിക്ക് ഫസ്റ്റ് I'd say the main reason ഞാൻ യെസ് പറയുന്നത് is because of that. ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു സ്റ്റോറി, വെരി എക്സൈറ്റിംഗ്. സെക്കൻഡ്, എൻ്റെ ക്യാരക്ടർ ഒരുപാട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്, ഒത്തിരി പൊട്ടൻഷ്യൽ ഉള്ള ഒരു ക്യാരക്ടറാണ് ശ്രദ്ധ എന്ന് പറയുന്ന ക്യാരക്ടർ. ഷി പ്ലേസ് എ ബോൾഡ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ഈ സിനിമയിൽ. സോ ഒരുപാട് ലേയേഴ്സ് ഉണ്ട് ക്യാരക്ടറിൽ. അങ്ങനെ ഇനി ഒരു കംബാക്ക് എന്ന് പറയാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയും പെർഫെക്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണെന്ന് എനിക്ക് തോന്നി. അത് കാരണം ഞാൻ യെസ് പറഞ്ഞു. ഐ എം വെരി വെരി ഹാപ്പി. ലുക്കിംഗ് ഫോർവേഡ് ടു December 5th. എനിക്ക് ഐ ഹോപ്പ് എവറിബഡി അക്സെപ്റ്റ്സ് ദി ഫിലിം. സൂപ്പർ പറയാം. നിഷാന്റെ ഒരു സബ് ഇൻസ്പെക്ടറിന്റെ ക്യാരക്ടർ എന്താണ് മറ്റുള്ള ക്യാരക്ടേഴ്സിൽ നിന്ന് ഇപ്പൊ ഈ ഒരു ക്യാരക്ടറിനെ ഏറ്റവും വ്യത്യസ്തമാക്കുന്നത്, ഏറ്റവും ക്യാച്ചി ആയിട്ട് തോന്നിയത് എന്തായിരിക്കും? എനിക്ക് തോന്നുന്ന തലയിലെ നരയാണ്. ഞാൻ ആക്ച്വലി സത്യം അല്ല, ഞാൻ ചേട്ടനെ കാണാൻ പോകുമ്പോൾ തന്നെ എനിക്ക് ആക്ച്വലി ഇതിൽ SI ജോസ് എന്ന് പറയുന്ന ക്യാരക്ടറാണ്. അപ്പൊ എനിക്ക് ഓൾറെഡി നിശാന്തേട്ടൻ മതി എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. പക്ഷെ നിശാന്തേട്ടനെ മറ്റു കാണാത്തൊരു ലുക്കിൽ കാണിക്കണം. ഫ്രഷ്, നമുക്ക് ഫ്രെയിമിൽ കാണുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യണം. ഭംഗി വേണ്ട. അതല്ല, എനിക്ക് ബേസിക്കലി പുള്ളിക്കൊരു ഞാൻ ആ ഒരു ഷെയ്ഡ്, ഞാൻ ഒരു സ്കെച്ച് ചെയ്യുന്ന ഒരാളെ വിളിച്ചു. എനിക്ക് നിശാന്തേട്ടനെ ഇങ്ങനെ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ഒരു രീതിയിൽ ഒന്ന് സ്കെച്ച് ചെയ്ത് കാണിച്ചാന്ന് പറഞ്ഞു. അപ്പൊ അതും ഞാൻ പുള്ളിക്ക് കാണിച്ചു കൊടുത്തായിരുന്നു. ചേട്ടാ ഇതാണ് ചേട്ടന്റെ ലുക്ക്, ഈ മൂഡായിരിക്കും നമ്മൾ പിടിക്കുക, ചേട്ടൻ എങ്ങനെയുണ്ട്. അപ്പൊ പുള്ളിക്ക് അത് എനിക്ക് തോന്നുന്നു അതും ചേട്ടൻ വരാൻ ഒരു കാരണമാണ്. നമ്മളെ അട്രാക്ട് ചെയ്തൊരു സത്യം. എനിക്ക് ആ ഒരു സ്കെച്ച് കാണിച്ചു തന്നത് എനിക്ക് എന്നെ ആ ഒരു അപ്പിയറൻസ് എനിക്ക് ഭയങ്കര ക്യാച്ചി ആയിട്ട് തോന്നി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് എന്നെ അങ്ങനെ സ്ക്രീനിൽ അങ്ങനെ ഒന്ന് കാണുമ്പോൾ എന്ത് രസമായിരിക്കും, അല്ലെങ്കിൽ അത് എങ്ങനെ ഉണ്ടാകും അറിയാനുള്ളൊരു എക്സൈറ്റ്മെന്റ് എനിക്ക്. ചുള്ളം പയ്യൻസിനെ നരയാക്കി ചേട്ടൻ ഇപ്പൊ സംസാരിക്കുന്ന ആളല്ലല്ലോ ജോസ് എന്ന് പറയുമ്പോൾ. ചേട്ടൻ ഈവൻ ചേട്ടന്റെ സംസാരത്തിലും മോഡുലേഷനിലും പോലും ആ ഒരു ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം തീർച്ചയായും പിന്നെ ഒരു ആക്ടറിനെ സംബന്ധിച്ചോളം ഓരോ സിനിമയിലും നമ്മുടെ വ്യത്യസ്തമാവുക ലുക്കുകളിലൂടെയും അല്ലെ, പെർഫോമൻസിലൂടെയും. അപ്പൊ അതിൽ തീർച്ചയായും ചേട്ടൻ RDXലുള്ള ലുക്കല്ല പറ്റൻറ്റ് ചെയ്യും, അതെല്ലാം അതിലെല്ലാം ലോക. അതാണ് ആ ഡിഫറൻസ്. ആസ് എൻ ആക്ടർ അതുകൊണ്ടാണ് പുള്ളി വന്നിട്ടുണ്ടാവുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ലോകയിലെ കാര്യം പറയുമ്പോഴേ ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, ട്രോൾസ് ഒക്കെ കണ്ടിരുന്നോ, ഇന്ദ്രിയത്തിൽ സണ്ണയാണെന്ന് ആദ്യം ഇറക്കി വെക്കുന്നത്. അയ്യോ, അത് ഞാൻ ഡയറക്ടറായിട്ട് അതിനെ പറ്റി സംസാരിച്ചില്ല. അത് കേട്ടപ്പോഴും തോന്നിയില്ല അങ്ങനെ കഥ കേൾക്കുമ്പോഴും? എനിക്ക് സത്യം പറഞ്ഞ അന്നേരം അത് തോന്നിയില്ല. ഞാൻ അതെന്തോ ഞാനത് നീലിനെ അത് ഞാൻ മരത്തുനിന്ന് വലിച്ച് അത് നീലി പുറത്തേക്ക് വന്നു. ആ നീലിനെയാണോ ഞാൻ ലോകയില് വന്ന് എന്നുള്ളത് ആ ഒരു ഇത് വന്നപ്പോഴാണ് ഞാനും അതിനെ പറ്റി ആലോചിച്ചതൊക്കെ. പക്ഷെ ആ ഒരു രസം ഉണ്ടായിരുന്നു ആ ആലോചനയും. അയ്യോ, സണ്ണി ആ ക്യാരക്ടറിന്റെ പേര് നസ്ലിന്റെ ക്യാരക്ടറിന്റെ പേരും സണ്ണി എന്നാണ്. എനിക്ക് സംശയമുണ്ട് ചേട്ടൻ ശരിക്കും അങ്ങനെ എന്താ, കാരണം ചേട്ടൻ നേരത്തെ ഇന്റർവ്യൂല് പറയുന്നുണ്ടായിരുന്നു എനിക്ക് രാത്രി 3 മണിക്കൊക്കെ ഒറ്റയ്ക്ക്. പിന്നെ ചേട്ടൻ പറഞ്ഞ രാത്രി ആകുമ്പോ ശരിക്കും നമുക്കെല്ലാം കാണും, നമ്മളൊന്ന് ഒബ്സർവ് ചെയ്താൽ മതി, നമ്മളൊക്കെ രാത്രി അന്ധകാരാണ്. അങ്ങനെയൊക്കെ പറയുമ്പോ എനിക്ക് ഡൗട്ട്, ശരിക്കും മനുഷ്യന്മാർക്കിടയിൽ ഇവർ വേഷമാറി അങ്ങനെ ജീവിക്കുന്ന ഏതോ ഒരു അല്ലെങ്കിൽ അതുക്കും മേലുള്ള എന്തോ ഒരു സംഭവമാണ് ചേട്ടൻ. അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു കാസ്റ്റിലൊക്കെ ചേട്ടൻ എനിക്ക് ഡൗട്ട് ഉണ്ട്, ആ പൗച്ചിൽ മറ്റേ ബ്ലഡ് ആണോ കൊടുക്കുന്നില്ല.